ഹായ് ഫ്രണ്ട്സ്, മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണോ? നിങ്ങൾ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഞാനിന്ന് ഈ വീഡിയോ ഭാഗത്ത് നിങ്ങൾക്ക് വളരെ മികച്ച 5 തമിഴ് ത്രില്ലർ പടങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഒരുപക്ഷെ നിങ്ങൾ ഈ സിനിമകൾ ചിലത് അല്ലെങ്കിൽ ഈ 5 സിനിമകളോ നിങ്ങൾ കണ്ടിട്ടുള്ളവയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അവർക്കിത് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഈ ഒരു ലിസ്റ്റിലെ എൻ്റെ ആദ്യത്തെ ചിത്രം ബോഗൻ എന്ന തമിഴ് സിനിമയാണ്. 2017 പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മണാണ്. ജയൻ രവിയാണ് ഈ ഒരു ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ജയൻ രവിക്ക്. ഈ ഒരു സിനിമയിലെ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് അരവിന്ദ് സ്വാമിയാണ്. കൂടാതെ ഹൻസിക മോട്ടുവാനിയാണ് ഈ ഒരു ചിത്രത്തിൽ നായികയായിട്ട് വരുന്നത്. മികച്ച ഒരു ത്രില്ലർ സിനിമ തന്നെയാണിത്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ നിങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ വളരെ എൻഗേജിംഗ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു ത്രില്ലർ സിനിമയാണ്. ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു ചിത്രം നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഈ ഒരു ലിസ്റ്റിലെ എൻ്റെ രണ്ടാമത്തെ ചിത്രം വിശാൽ നായകനായ ഇരുമ്പ് തിര എന്ന ചിത്രമാണ്. 2018 പുറത്തിറങ്ങിയ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് PS മിത്രനാണ്. ഈ ഒരു സിനിമയിൽ വിശാലിൻ്റെ വില്ലനായിട്ട് വരുന്നത് അർജുൻ സർജയാണ്. നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സമന്തയാണ്. വളരെ മികച്ച ഒരു ത്രില്ലർ സിനിമ തന്നെയാണിത്. ടെക്നോ ത്രില്ലർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുക. നിങ്ങൾക്കൊരിക്കലും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാതിരിക്കില്ല. മികച്ച ഒരു ചിത്രം തന്നെയാണ്. ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം ഈ ഒരു സിനിമ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഹാക്കിങ്ങും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും. ഈ ഒരു ലിസ്റ്റിൽ ഞാൻ മൂന്നാമതായിട്ട് സജസ്റ്റ് ചെയ്യുന്ന സിനിമ തനിയൊരുവൻ എന്ന് പറഞ്ഞ തമിഴ് സിനിമയാണ്. 2015 പുറത്തിറങ്ങിയ ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മോഹൻ രാജയാണ്. ജയൻ രവി കേന്ദ്ര കഥാപാത്രമായെത്തിയ ഈ ഒരു സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അരവിന്ദ് സ്വാമിയാണ്. നയൻതാരയാണ് ഈ ഒരു ചിത്രത്തിലെ ജയൻ രവിയുടെ നായികയായിട്ട് വരുന്നത്. ഇത് വളരെ മികച്ച ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുക. നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ്. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രം തന്നെയാണ് തനിയൊരുവൻ. ഈ ഒരു ലിസ്റ്റിൽ നാലാമതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് തുപ്പരിവാലൻ എന്ന തമിഴ് സിനിമയാണ്. 2017 പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മിഷ്കിനാണ്. വിശാൽ നായകനായെത്തിയ ഈ ഒരു സിനിമ വളരെ മികച്ച ഒരു ചിത്രം തന്നെയാണ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ വളരെ വലിയൊരു വിജയം നേടിയ ചിത്രമാണ്. ഈ ഒരു സിനിമയിൽ വിശാലിനെ കൂടാതെ പ്രസന്ന, വിനയ് റായ്, അനു ഇമ്മാനുവൽ തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. ഈ ഒരു ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം രാക്ഷസൻ എന്ന തമിഴ് സിനിമയാണ്. 2018 പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ വളരെ മികച്ച ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. വിഷ്ണു വിശാലാണ് ഈ ഒരു ചിത്രത്തിൽ നായകനായിട്ട് വരുന്നത്. അമല പോൾ ആണ് ഈ ഒരു സിനിമയിലെ നായിക. രാംകുമാറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ വളരെ മികച്ച ഒരു ചിത്രം തന്നെയാണ്. ഒരു സൈക്കോ ത്രില്ലർ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ചിത്രം തന്നെയാണിത്. ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണുക. ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് ഈ ഒരു ചിത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.